ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു ധന്യാസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ തുല്യ ത്രികോണങ്ങളുടെ രണ്ടാമത്തെ എക്സസൈസ്, അതായത് പേജ് നമ്പർ 16ത്തെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. പ്രോബ്ലം നമ്പർ 3 ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതിനേക്കാൾ മുന്നേ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം, നമ്മുടെ ക്ലാസ്സിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം. എ ബി സി ഡി സമാന്തരികമാണോ? എ ബി സി ഡി എന്ന് പറയുന്നത് എ ബി സി ഡി അല്ല, എ സി ബി ഡി സമാന്തരമാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ട് എന്നുകൂടി ചോദിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം അത് സമാന്തരികമാണോ എന്നുള്ളത്. സമാന്തരികമാണോ എന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെളിയിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഓപ്പോസിറ്റ്സ് എതിർവശങ്ങൾ സമാന്തരമാണെന്ന് നമുക്ക് തെളിയിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതൊരു സമാന്തരികമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓപ്പോസിറ്റ് വശങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എ സി സമാന്തരം ടു ഡി ബി. ഓക്കെ, അതുപോലെ എ സിയും ഡി ബി എന്ന് പറയുന്ന പോലെ എ ഡി സമാന്തരം ടു ബി സി അല്ലെങ്കിൽ സി ബി. ഓക്കെ, എ ഡിയും അതുപോലെ സി ബിയും എ സിയും ഡി ബിയും സമാന്തരമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സമാന്തരികമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് കിട്ടണില്ല അല്ലേ? ഡി ബി തൊട്ടടുത്ത് എഴുതാൻ ഡി ബി, ഇതേപോലെ തന്നെ സി ബി. അപ്പോൾ ഞാനിവിടെ എഴുതാം സി ബി. ഇത് സമാന്തരമാണെന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഇത് തന്നിട്ട്, ഒരു ചതുർഭുജം തന്നിട്ട് അത് സമാന്തരികമാണോ എന്ന് തെളിയിക്കണമെങ്കിൽ അതിൻ്റെ എതിർവശങ്ങൾ സമാന്തരമാണെന്ന് നമ്മൾ തെളിയിച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതെങ്ങനെയാണ് സമാന്തരമാണെന്ന് തെളിയുക എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. ഇത് സമാന്തരമാണെന്ന് എങ്ങനെ നമ്മൾ തെളിയിക്കും? സമാന്തരമായ വരകൾക്ക് അല്ലെങ്കിൽ വശങ്ങൾ എങ്ങനെയായിരിക്കും? അതിൻ്റെ മറുകോണുകൾ തുല്യമായിരിക്കും. ഇത്തിരി കൂടി എഴുതാം. മറുകോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അത് അല്ലെങ്കിൽ എന്തായിരിക്കും? അനുബന്ധ കോണുകൾ തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. ഒന്നില്ലെങ്കിൽ മറുകോണ് തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി, അല്ലെങ്കിൽ അനുബന്ധ കോണുകൾ തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നില്ലേ? ഇപ്പോൾ ഒരു സമാന്തരികമാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വേണ്ടത് അതിൻ്റെ എതിർവശങ്ങൾ സമാന്തരമാണെന്ന് തെളിയിക്കുക. എതിർവശങ്ങൾ എങ്ങനെ സമാന്തരമാണെന്ന് തെളിയിക്കും? അതിൻ്റെ അനുബന്ധ കോണുകൾ ഒന്നില്ലെങ്കിൽ തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, മറുകോണുകൾ തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ അതും കിട്ടി കഴിഞ്ഞല്ലോ. എന്താണ് ഇനി ഇവിടെ ഈ കേസിൽ ഇപ്പോൾ കണ്ടോ, ഇങ്ങനൊരു ഇതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മറുകോണുകളാണ് വരാൻ. നമുക്ക് എന്താണ് മറുകോണുകൾ എന്ന് പറഞ്ഞാൽ, രണ്ട് സമാന്തര വരകൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിനെ ഇത് ചെയ്തിട്ട് ഒരു ലൈൻ പോകുന്നുണ്ടെങ്കിൽ ഈ കോണും ഇതിൻ്റെ എതിർവശത്തുള്ള കോണിനെയാണ് നമ്മൾ മറുകോണുകൾ എന്ന് പറയുക. അതുപോലെ ഈ കോണും ഇതിൻ്റെ എതിർവശത്തുള്ള കോണുകളെയാണ് നമ്മൾ മറുകോൺ എന്ന് പറയുക. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങൾ എടുക്കാം. ഓക്കെ, ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് ത്രികോണങ്ങൾ തന്നെയുള്ളൂ, ഈ ത്രികോണവും ഈ ത്രികോണവും. ഇനി നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് നമുക്ക് ഈ എ ഡിയുടെയും സി ബിയുടെയും കാര്യം നമുക്ക് എടുക്കാം. ഓക്കെ, രണ്ട് വശങ്ങളാണുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, എ ഡിയും സി ബിയും സമാന്തരമാണെന്ന് തെളിയിക്കണം, എ സിയും ഡി ബിയും സമാന്തരമാണെന്ന് തെളിയിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എ ഡിയുടെയും സി ബിയുടെയും കാര്യമാണ് നമ്മളത് തെളിയിക്കാനായിട്ട് നമ്മുടെ മനസ്സിലുള്ളത്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ നമുക്ക് എഴുതി തുടങ്ങാം. ട്രയാങ്കിൾ ത്രികോണം എ ഡി ബി ആൻഡ് ത്രികോണം എ ഡി ബി എന്നല്ല എഴുതേണ്ടത്, തെറ്റി. എ ഡി ബി എന്നല്ല എഴുതേണ്ടത്, നമ്മൾ എഴുതേണ്ടത് ഇവിടുത്തെ മറുകോണാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് വരുന്ന മറുകോൺ എന്ന് പറയുമ്പോൾ എ ഡി അല്ലേ നമ്മൾ തെളിയിക്കാൻ പോകുന്നത്, എ ഡിയും സി ബിയും അല്ല തെളിയിക്കാൻ പോകുന്നത്.
അപ്പൊ ഇതിന്റെ മറുകോൺ എന്ന് വരുന്നത് ഇതും അതുപോലെ തന്നെ ഇതായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഈ വശങ്ങളെ എഴുതി തുടങ്ങുമ്പോൾ ഇവിടെയാണല്ലോ കോൺ വരുന്നത്. അപ്പൊ DAB അല്ല, ട്രയാങ്കിൾ എഴുതുമ്പോൾ എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. എന്നാലും ഞാൻ ഇത് അത് എഴുതിയ പോലെ തന്നെ ട്രയാങ്കിൾ ADB ആൻഡ് ACB എടുക്കാം. ഇനി നമുക്ക് ഓരോന്നോരോന്ന് തെളിയിച്ചു കൊടുക്കാം. ആംഗിൾ എഴുതുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് AC-യും DB-യും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? AC = DB = 6 സെന്റിമീറ്റർ. എന്താണ് കാരണം എഴുതേണ്ടത്? നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് എഴുതാൻ പറ്റുക? AB = AB. എന്തുകൊണ്ടാണ്? അത് പൊതുവായ രണ്ട് ത്രികോണങ്ങളുടെയും പൊതുവായ വശമാണ് AB എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? AB = AB. എന്തുകൊണ്ടാണ്? പൊതുവശം. ഇനി നമുക്ക് എന്ത് എഴുതാം? ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ഈ സൈഡുകളും പറഞ്ഞു, ഈ സൈഡും പറഞ്ഞു, ഈ സൈഡും പറഞ്ഞു. അപ്പൊ അത് ആയിട്ട് കൂട്ടിമുട്ടുന്ന രണ്ട് കോണുകളും തുല്യമാണ് അല്ലെ. അതിന്റെ അവ ചേരുന്ന കോണുകളും തുല്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ DBA, അതായത് DBA = ആംഗിൾ CAB = 35 ഡിഗ്രി. ഇത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തായി? രണ്ട് വശങ്ങളും അതിൻ്റെ ഉള്ളിൽ അവ ചേരുന്ന കോണുകളും തുല്യമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ത്രികോണം ADB ആൻഡ് ത്രികോണം ACB തുല്യ ത്രികോണങ്ങളാണ്. ഓക്കെ, തുല്യ ത്രികോണങ്ങളാണ്. അതുവരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇല്ലേ? അപ്പൊ ഇവര് തുല്യ ത്രികോണങ്ങളാണെങ്കിൽ ഇതിന്റെ മീനിങ് എന്താണ്? ഇവരുടെ മറ്റ് വശങ്ങളും മറ്റ് കോണുകളും തുല്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഇത് തുല്യ ത്രികോണങ്ങളാണെങ്കിൽ ഇതിന്റെ ഈ വശവും തുല്യമാണ്. ഇതിന്റെ മറ്റ് രണ്ട് മറ്റ് രണ്ട് കോണുകളും തുല്യമായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ വശത്തിന്റെ എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് ഏതാണ്? ഇത് അല്ലെ. അതേപോലെ ഈ 6 സെന്റിമീറ്ററിന്റെ എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് എന്താണ്? ഇത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ ഈ DAB, അതായത് ഇതാണ് മറുകോൺ വരുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ആംഗിൾ DAB, അതുപോലെ തന്നെ ആംഗിൾ DA എന്നെടുത്ത പോലെ സൈഡ് വിട്ടിട്ടല്ലേ എടുത്തത്, അതേപോലെ ആ സൈഡ് വിട്ടിട്ട് എടുക്കുക. CBA ആംഗിൾ DAB = ആംഗിൾ CBA. എന്തുകൊണ്ടാണ് ആംഗിൾ DAB = ആംഗിൾ CBA എന്ന് പറയാനായിട്ട് കാരണം തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകൾ അല്ലെ. തുല്യവശങ്ങളുടെ എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? അതും തുല്യമായിരിക്കും. അപ്പൊ അത് കിട്ടി. തുല്യവശങ്ങളുടെ എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ ഇത് കിട്ടി അല്ലെ. ഇനി നമുക്ക് വേറെ ഏത് മറുകോണുകളാണ് നമുക്ക് തുല്യമായിട്ടുള്ളത്? ഏത് മറുകോണാണ് പിന്നെ അവർക്ക് തുല്യമായിട്ടുള്ളത്? അല്ലെങ്കിൽ വേണ്ട, ഇതിന്റെ ഇത് എഴുതിയിട്ട് ഇനി അടുത്തത് എടുക്കാം. അപ്പൊ ഈ രണ്ട് മറുകോണുകളും തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു ഇല്ലേ. ഇനി നമുക്ക് എന്ത് എഴുതണം? അപ്പൊ ഈ സൈഡുകളല്ലേ എടുക്കുന്നത്. DA, അതുപോലെ തന്നെ DA എന്നുള്ള വരയും DA CB എന്ന വരകൾ AB എന്ന വരയുമായി കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന
കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന മറുകോണുകളാണ് ഏത് ആംഗിൾ DABയും ആൻഡ് ആംഗിൾ CBAയും. ഇവ തുല്യമായതിനാൽ, ഇവിടെ നമ്മൾ തുല്യം എന്ന് പറഞ്ഞിട്ടില്ലേ, തുല്യമായതിനാൽ എന്ത് പറയാൻ പറ്റും? AD അല്ലെങ്കിൽ DA, നമ്മളിപ്പോൾ DA എന്നല്ലേ ഇരിക്കുന്നത്, DA സമാന്തരം ടു CB. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സൈഡുകൾ സമാന്തരമാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി അതേപോലെ നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? AC-യുടെയും DB-യുടെയും കാര്യമാണ് തെളിയിക്കേണ്ടത്. അപ്പൊ അതിന്റെ മറുകോണുകൾ നോക്കാം. ഇതിന്റെ മറുകോണുകൾ എന്ന് പറയുന്നത് ഏതാണ്? CAB-യും അതുപോലെ തന്നെ DBA-യും. ഇത് 35 ഡിഗ്രിയാണ് അവര് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പ്രത്യേകിച്ച് അത് ഈക്വൽ ആണെന്ന് തെളിയിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതേപോലെ തന്നെ എഴുതാം. ആംഗിൾ ഈ സൈഡല്ല, അപ്പൊ CAB ഈക്വൽ ടു ഇതേപോലെ CA എന്നുള്ള സൈഡ് പോലെ തന്നെ DB എന്നുള്ള ഒരു സൈഡാണ് വേണ്ടത്. ആംഗിൾ CAB ഈക്വൽ ടു ആംഗിൾ DBA. കണ്ടോ, ഓരോ സൈഡ് വരുന്നത് CA എന്ന് പറഞ്ഞ സൈഡും DB എന്ന് പറയുന്ന സൈഡും എന്താണ്? ഈക്വൽ ടു 35 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇതിന്റെ റീസൺ എന്താ? തന്നിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ ഇതേപോലെ തന്നെ എഴുതാം. ഇവിടെ എങ്ങനെയാണ്? DB ആൻഡ് CB എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ത് എഴുതണം? ഇവിടെ DA CB എന്ന് പറയുന്നിടത്ത് നമ്മൾ എഴുതേണ്ടത് CAC അതുപോലെ തന്നെ AC അതുപോലെ തന്നെ അടുത്ത സൈഡ് DB. എന്നിട്ട് ഇതുപോലെ തന്നെ എഴുതാം. എന്നീ വരകൾ AB എന്ന വരയുമായി കൂട്ടിമുട്ടുണ്ടാകുന്ന മറുകോണുകളാണ്. ഏതാണ് മറുകോണുകൾ? ഏതൊക്കെയാണ്? ആംഗിൾ CAB ആൻഡ് ആംഗിൾ DBA. ഓക്കെ, ഇവിടെ ഇങ്ങനെ എഴുതണം എല്ലാതും. ഇവ തുല്യമായതിനാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? AC പാരലൽ ടു DB. അപ്പൊ രണ്ട് എതിർവശത്തുള്ള രണ്ട് പെയേഴ്സും പാരലൽ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എതിർ വശങ്ങൾ സമാന്തരമായതുകൊണ്ട് ഏതാണ്? ACBD ഒരു സമാന്തരികമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലാസ് മനസ്സിലായല്ലോ പറഞ്ഞത്? സമാന്തരികമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡ് സമാന്തരം എന്ന് പറയാനാണ്. സമാന്തരികമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയണം അതിൻ്റെ മറുകോണുകൾ അല്ലെങ്കിൽ അനുബന്ധ കോണുകൾ തുല്യമായിട്ട് നമ്മൾ തെളിയിക്കണം. മറുകോണുകൾ തുല്യമാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് പറഞ്ഞു. തുല്യ ത്രികോണങ്ങളാണെങ്കിൽ എന്താ അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ കോണുകളും തുല്യമായിരിക്കും. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഇതാന്ന് എഴുതി. പിന്നെ ഈ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ തുല്യ മറുകോണുകളായ കാരണം കൊണ്ട് ആ രണ്ട് സൈഡും പാരലലാണ്, സമാന്തരികമാണെന്ന് പറഞ്ഞു. ഇനി അതേപോലെ തന്നെ മറ്റേ ഇത് എന്ന് പറയുന്നത് അവർ ഓൾറെഡി തന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും ആ രണ്ട് സൈഡും സമാന്തരമാണെന്ന് പറയാൻ പറ്റും. എതിർവശത്തുള്ള രണ്ട് സൈഡുകളും സമാന്തരമായതുകൊണ്ട് ഈ ചതുർഭുജം എന്ന് പറയുന്നത് ഒരു സമാന്തരികമാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കണം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.